എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചൊവ്വ എന്ന തീക്ഷ്ണഗ്രഹത്തിൻ്റെ മേടം രാശിയിലേക്കുള്ള മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തുലാക്കൂറ് വരെയുള്ള കൂറുകളിൽ ജനിച്ച ആളുകൾക്ക്, അതായത് വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം വരെ ഉള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഫലം കഴിഞ്ഞ ഏതാനും വീഡിയോകളിലായിട്ട് പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട ഇത്രയും നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ചൊവ്വയെപ്പറ്റി എല്ലാവർക്കും അറിയാം. ചൊവ്വ എന്ന് പറഞ്ഞാൽ വിവാഹ തടസ്സമുണ്ടാക്കുന്ന ഗ്രഹമായിട്ടാണ് എല്ലാവർക്കും കൂടുതൽ പരിചയം. പക്ഷേ വളരെ തീക്ഷ്ണതയുള്ളതും പാപത്വമുള്ളതുമായ ഗ്രഹമാണ്. ക്രൂരഗ്രഹം എന്നും കൂടെ അറിയപ്പെടുന്നതാണ് ചൊവ്വ. പക്ഷേ ചൊവ്വ നമുക്ക് നൽകുന്ന ഗുണഫലങ്ങൾ ഒരുപാടുണ്ട്. പല വീഡിയോകളിലത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ധൈര്യവും വീര്യവും പരാക്രമശീലവും കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനുള്ള നേതൃത്വ പാഠവും യൗവനവും ചുറുചുറുക്കും എല്ലാം നൽകുന്ന ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വ ജാതകത്തിൽ ബലവാനാവുകയോ അല്ലെങ്കിൽ ചൊവ്വ ശുഭസ്ഥാനത്ത് നിന്ന് രത്നത്തെയോ ഒക്കെ ദൃഷ്ടി ചെയ്യുകയും ഒക്കെ ചെയ്താലേ നമുക്ക് ആ ചുറുചുറുക്കും പ്രസരിപ്പും ഒക്കെ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ചൊവ്വ ദുസ്ഥാനത്തും നീചസ്ഥാനത്തും വേണ്ടത്ര ശക്തിയില്ലാതെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജീവിതം വളരെ ഡള്ളായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഉത്സാഹം കാണുകയില്ല. എപ്പോഴും ഒരു ക്ഷീണം കലർന്ന സ്വഭാവം, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും പതുങ്ങി മാറി നിൽക്കുന്ന രീതിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ നക്ഷത്രക്കാരുടെ താൽക്കാലിക ഫലങ്ങളെപ്പറ്റി നോക്കാം. ഗ്രഹചാരഫലം ഏതാണ്ടൊരു 42 ദിവസങ്ങളാണ് ഈ ഫലം അനുഭവപ്പെടുന്നത്. ജൂൺ 1-ാം തീയതിയാണ് ചൊവ്വ മേടം രാശിയിലേക്ക് മാറിയത്. മറ്റ് ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ വ്യാഴവും സൂര്യനും ശുക്രനും എവിടെയുണ്ട്? തൊട്ടടുത്ത രാശിയായ ഇടവത്തിൽ ഉണ്ട്. രാഹു ആണെങ്കിൽ മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. കേതു കന്നി രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. സ്ഥിതി ചെയ്യല്ല, സഞ്ചരിക്കുന്നു. രാഹുവും കേതുവും എന്ന് പറയുന്ന ഈ രണ്ട് നിഴൽ ഗ്രഹങ്ങളും പുറകോട്ടും മറ്റ് ഗ്രഹങ്ങളും മുമ്പോട്ടുമാണ് സഞ്ചരിക്കുന്നത്. അപ്പം വ്യാഴവും സൂര്യനും അടുത്ത് വരുന്നതുകൊണ്ട് വ്യാഴത്തിന് മൗഢ്യം അനുഭവപ്പെടുന്നുണ്ട്. മറ്റ് ഗ്രഹങ്ങൾ പെട്ടെന്ന് രാശി മാറുന്നത് കൊണ്ട് അവ നിൽക്കുന്ന സമയം കൊണ്ടുള്ള ചെറിയ ഫലം മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. ബുധന്, ചന്ദ്രന് തുടങ്ങിയവയ്ക്ക്. പിന്നെ ശനി ആണ് പ്രധാന ഗ്രഹം എന്ന് പറയുന്നത്. ശനി കുംഭം രാശിയിലാണ് സഞ്ചരിക്കുന്നത്, മൂലക്ഷേത്രമായ കുംഭൻ രാശിയിൽ. അപ്പോൾ നമുക്ക് ഈ വൃശ്ചികക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പം ആ കൂറിൻ്റെ ഫലം ആദ്യമായിട്ട് നോക്കാം. രാശിനാഥനായ ചൊവ്വ, അതായത് വൃശ്ചികം രാശിയുടെ അധിപനാണ് ചൊവ്വ. വൃശ്ചികക്കൂറിൻ്റെ അധിപനാണ് ചൊവ്വ. സ്വക്ഷേത്ര ബലവാനാണ് ചൊവ്വ. സ്വക്ഷേത്രവുമാണ് മൂലക്ഷേത്രവുമാണ്. ചൊവ്വയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനത്താണ്. വേറൊരു പ്രത്യേകത എന്താണ്? ആഗ്നേയ ഗ്രഹമായ ചൊവ്വ, അഗ്നിഭൂതം അടിസ്ഥാനമാക്കിയുള്ള ഗ്രഹമാണ് ചൊവ്വ. അത് അഗ്നിരാശിയായ മേടത്തിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ചൊവ്വയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനമാണ് മേടം എന്ന് പറയുന്നത്. ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ട് വന്നെത്തും. മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഗ്രഹചാരഫലം നമ്മൾ നോക്കുമ്പോൾ ചൊവ്വ 3, 6, 11 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയം അനുകൂലമായിരിക്കും. അപ്പം വൃശ്ചികക്കൂറിനെ സംബന്ധിച്ച് ചൊവ്വ ഇപ്പോൾ സഞ്ചരിക്കുന്ന എവിടെയാണ്? വൃശ്ചികക്കൂറിൻ്റെ 6-ാം ഭാവമായ മേടത്തിലാണ്. അതായത് വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം 6-ലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കും, തൊഴിൽ രംഗത്ത് പല നേട്ടങ്ങൾ വന്നെത്തും, ശമ്പളം വർദ്ധിക്കും, ഉദ്യോഗസ്ഥർക്ക് അർഹമായ സ്ഥാനക്കയറ്റം കിട്ടാനുള്ള യോഗമുണ്ട്, എതിരാളികളുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമാകുന്നു. കാരണം 6-ാം ഭാവം എന്ന് പറയുന്നത് ശത്രുവിൻ്റെ ഭാവമാണല്ലോ. അവിടെ വൃശ്ചികക്കൂറുകാരുടെ രാശിനാഥനായ ചൊവ്വ നിൽക്കുമ്പോൾ ശത്രുക്കൾ നിഷ്പ്രഭരാകും. നമുക്കെതിരെയുള്ള ഒരു കാര്യങ്ങളും വേണ്ടത്ര ഫലിക്കുകയില്ല. ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. ഭൂമിയുടെ പുത്രനാണ് ചൊവ്വ എന്നാണ് സങ്കല്പം. അതായത് ഭൂമികാരകനൊക്കെയാണ് ചൊവ്വ. ശനി മൂലക്ഷേത്രത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഈ കൃഷിയുടെ ഒരു കാരകത്വം ഈ രണ്ട് ഗ്രഹങ്ങൾക്കുണ്ട്.
അതുകൊണ്ട് തന്നെ കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. വ്യവഹാരങ്ങളിലും കേസുകളിലുമൊക്കെ നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്ന കാലമാണ്. സഹോദര സ്ഥാനീയരിൽ നിന്നും, സ്വന്തം സഹോദരങ്ങളിൽ നിന്നോ കസിൻസിൽ നിന്നോ സഹോദരങ്ങളുടെ സ്ഥാനമുള്ള ആളുകളിൽ നിന്നോ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ന്യായമായ നഷ്ടപരിഹാരം കിട്ടാനുള്ള കാര്യങ്ങളിലൊക്കെ ആ ആനുകൂല്യവും ലഭിക്കുന്നതാണ്. കാരണം എന്താണ്, നമ്മൾ മൗഢ്യം ഉണ്ടെങ്കിൽ പോലും 7 വ്യാഴം ഉണ്ട്, വ്യാഴവും സൂര്യനും ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് സർക്കാരിൽ നിന്നൊക്കെ വല്ല ആനുകൂല്യം കിട്ടാനുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കരിയറിൽ മുന്നേറ്റം നൽകും എന്ന് നമുക്ക് പറയാം. ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നു. പിന്നെ 6-ാം ഭാവം ചൊവ്വയ്ക്ക് അനുകൂല ഭാവമാണ്. അതുകൊണ്ട് തന്നെ കരിയറിൽ മുന്നേറ്റം നൽകും. ഏത് വ്യാപാരിയാണെങ്കിലും ശരി, ജോലിക്കാരനാണെങ്കിലും ശരി, കൂലിപ്പണി എടുക്കുന്ന ആളാണെങ്കിലും ശരി, മേസ്തിരിപ്പണി എടുക്കുന്ന ആളാണെങ്കിലും, അല്ലെങ്കിൽ വൻ പ്രൊഫഷണലാണെങ്കിലും, ഏതാണെങ്കിലും, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരനൊക്കെ ആണെങ്കിലും, ഏതൊരു നിലവാരത്തിലുള്ളവർക്കും ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജാതകത്തിൽ കൂടെ അനുകൂലമാണെങ്കിൽ വളരെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സഹായങ്ങൾ പല കോണുകളിൽ നിന്നും ലഭിക്കും. പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് പല രീതിയിൽ ധനമായിട്ടും അതുപോലെ തന്നെ കരിയറിലുള്ള മുന്നേറ്റമായിട്ടുമൊക്കെ പല രീതിയിൽ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നൊരു സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിരാശയായ മേടത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം കൂടുതലായിരിക്കും. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം, അബദ്ധം പറ്റാതെ, പിന്നീടത് പശ്ചാത്തപിക്കാൻ ഇടവരാതെ. അതുപോലെ തന്നെ എടുത്തുചാട്ടം നമ്മുടെ കരിയറിനെ ബാധിക്കാതെ. എടുത്തുചാട്ടം എപ്പോഴാണ് കരിയറിനെ ബാധിക്കുന്നത്? മേലധികാരിയുമായിട്ട് തർക്കം ഉണ്ടാക്കി നിലവിലുള്ള ജോലി വിട്ടിട്ട് വേറെടുത്തോട്ട് പോകാൻ ശ്രമിക്കുക. അവിടെ ചെല്ലുമ്പം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളത് കിട്ടിയെന്ന് വരികയില്ല. അതുപോലെ തന്നെ ഒരാൾ തമാശയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു തമാശയ്ക്ക് പറഞ്ഞാലും രൂക്ഷമായിട്ട് റിയാക്ട് ചെയ്യുക. നമുക്കിഷ്ടപ്പെട്ടില്ല, ശരി തന്നെ, പക്ഷെ അയാൾ പറഞ്ഞ ആ സന്ദർഭവും അയാളുടെ ഇൻറ്റൻഷനും മനസ്സിലാക്കിയിട്ട്, അയാളുടെ മനസ്സിൽ എന്തായിരുന്നു ഉദ്ദേശം, വെറും നിർദോഷമായൊരു തമാശയാണ് പറഞ്ഞെങ്കിൽ നമ്മൾ ഉടക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഈ ചൊവ്വ നമ്മളെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കും. അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കുക. വ്യക്തിപരമായിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് സൂക്ഷിക്കേണ്ട കാര്യം എന്താണ്? പെട്ടെന്ന് ചാടിക്കയറി തീരുമാനം എടുക്കാതിരിക്കുക, പെട്ടെന്ന് റിയാക്ട് ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് മാത്രം അതിൻ്റെ റെസ്പോൺസ് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. യാത്രകളിൽ ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല, ചെറിയ തോതിലുള്ള വയറിന് പ്രശ്നമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. പൊതുവെ നോക്കുമ്പോഴത്തേക്കും പിന്നെ ഈ കരിയർ പുരോഗതിയാണ് എടുത്തു പറയേണ്ടത്. വ്യാപാരത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും നമ്മൾ ഇപ്പോഴെവിടെയാണ് പ്രവർത്തിക്കുന്നത് ആ രംഗത്തെ പുരോഗതിയാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സൊക്കെ ധാരാളമായിട്ട് വന്നു ചേരാൻ ഇടയുള്ള സമയമാണ്. ഭാഗ്യ അനുഭവങ്ങൾ പലതും ലഭിക്കുന്ന കാലവുമാണ്. പക്ഷെ വ്യാഴത്തിന് സൂര്യനുമായിട്ട് വളരെ അടുത്ത് വന്ന് മൗഢ്യം വരുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും ഭാഗ്യാനുഭവങ്ങൾ പറയാനായിട്ട് സാധിക്കില്ല. ചൊവ്വയെ കൊണ്ട് നമ്മൾ പറയുമ്പോൾ കുറേ ഭാഗ്യാനുഭവങ്ങൾ, കുറച്ച് നേട്ടങ്ങൾ, തടസ്സപ്പെട്ട് കിടന്ന കുറേ കാര്യങ്ങൾ സാധിച്ചു കിട്ടുക, അതൊക്കെ ഈ 1.5 മാസത്തിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമുക്ക് വൃശ്ചിക കൂറിൻ്റെ പൊതുഫലങ്ങളായിട്ട് പറയാവുന്നത്. ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെ പ്രത്യേക ഫലം കൂടെ, നക്ഷത്ര പ്രത്യേകത അനുസരിച്ചുള്ള ഫലം കൂടെ നോക്കിപ്പോവാം. വിശാഖം നക്ഷത്രം തുലാക്കൂറിലും വൃശ്ചികക്കൂറിലുമായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 1/4 ഭാഗം തുലാക്കൂറിൽ പോവും, അവസാന പാദമാണ് വൃശ്ചികക്കൂറിൽ ഉൾപ്പെടുന്നത്. അതിൽ തുലാക്കൂറുകാർക്ക് ഒരു സമ്മിശ്ര ഫലം, ഒരല്പം വിഷമമൊക്കെ കൂടുതലായിരിക്കും. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നേട്ടം, പ്രത്യേകിച്ച് കരിയർ സംബന്ധമായിട്ട് കൂടുതൽ നേട്ടം, ജോലി സംബന്ധമായിട്ട് കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന കാലമാണ്. അതേസമയത്ത് ഔദ്യോഗികമായ അധ്വാനഭാരമൊക്കെ കുറച്ച് കൂടും, ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കും. ഈ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ അധികാരപരിധിയും കൂടും എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്രധാനമായ കാര്യങ്ങളിലോട്ട് ശ്രദ്ധ ചെലുത്താതെ പ്രധാനമായ കാര്യങ്ങൾ
ചെയ്തു തീർക്കുന്നതായാൽ നിങ്ങൾക്ക് അംഗീകാരവും ലഭിക്കും. ഈ വെറുതെ കലവില കൂട്ടാനോ അല്ലെങ്കിൽ നിസ്സാരമായ കാര്യങ്ങളുടെ പുറകെ പോവുകയൊക്കെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥാനം, ഒരു ബഹുമാനം നിലനിർത്താനായിട്ട് സാധിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ടീം വർക്ക് ഒരു ടീം ഫോം ചെയ്തിട്ട് നമ്മളങ്ങ് ചെയ്തു തീർക്കുക. ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഒക്കെ നല്ലൊരു സംഘം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ആ ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്കതിനുള്ള ഉത്സാഹം ഉണ്ടാകും, ചൊവ്വ അനുകൂലമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ആ ഉത്സാഹം ഉപയോഗിച്ച് നമ്മൾ നല്ലൊരു സുഹൃത്ത് വലയം അല്ലെങ്കിൽ നല്ല ഒരു ഉദ്യോഗസ്ഥ ടീമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഗുണഫലം നമുക്കുണ്ടാകും. പ്രമോഷനോ അല്ലെങ്കിൽ ഒരു ടീം ലീഡറായിട്ട് നമ്മൾ മാറ്റപ്പെടുകയോ ഒക്കെ ചെയ്യും. ഒരു റിവാർഡ് കിട്ടുന്ന കാലമാണ്. പിന്നെ ദമ്പതിമാർ ദാമ്പത്യത്തിലെ കുറച്ച് വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളണം, അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകാം. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത വേണം രണ്ടുപേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും സൂക്ഷ്മത വേണം. എന്നാലേ കുടുംബത്തിൽ സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമായിട്ട് നിലനിൽക്കുകയുള്ളൂ. പല ദുരാരോപണങ്ങളെയും നേരിടേണ്ടി വരും, പക്ഷേ ഒന്നും നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല, ഒന്നും പേടിക്കണ്ട. അതിനെ മനസ്സിലേക്ക് എടുത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട ആവശ്യവുമില്ല. കാരണം ഈ ശത്രുശല്യം ഒതുങ്ങുമെന്ന് പറഞ്ഞല്ലോ, ശത്രുക്കളുടെ പ്രവർത്തനം ഒതുങ്ങുമ്പോൾ പിന്നെ അടുത്തത് എന്താണ്? നമ്മളെപ്പറ്റി എന്തെങ്കിലും കഥ കെട്ടിച്ചമയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പ്രയോഗമായിട്ട് ശത്രുക്കൾ ചെയ്യാനിടയുള്ളത്. അതൊക്കെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അതിലോട്ട് ശ്രദ്ധ കൊടുത്താൽ അവരാണ് വിജയിക്കുന്നത്. നമ്മൾ ഈ ആരോപണങ്ങളൊക്കെ പുല്ലായിട്ട് കരുതി എടുത്ത് കളയുകയാണെങ്കിൽ അവൻ്റെ ഉദ്ദേശവും സാധിക്കുകയില്ല, നമുക്ക് ആ സമയം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അല്ലാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പുറകെ പോയാൽ നമ്മുടെ സമയമാണ് വെറുതെ പോകുന്നത്. പിന്നെ റെസ്പോണ്ട് ചെയ്യുക, നമുക്ക് വേണ്ട ആളുകളെ ബോധ്യപ്പെടുത്താം. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ട ആളുകൾ കാണുമല്ലോ, തെറ്റില്ല എന്നുള്ളത് ബോധ്യപ്പെടേണ്ട ആളുകൾ കാണാം, അവരെ ബോധ്യപ്പെടുത്തുക. അല്ലാതെ എല്ലാവരെയും, സമൂഹത്തെ മുഴുവൻ, നാട്ടുകാരെ മുഴുവൻ ബോധ്യപ്പെടുത്തുക എന്നുള്ളതൊന്നും നമ്മുടെ ജോലിയല്ല. പിന്നെ വിവാഹത്തിലേക്ക് നയിക്കുന്ന പ്രേമബന്ധങ്ങളോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹബന്ധം ഒന്നുകൂടെ വർദ്ധിച്ച് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയൊക്കെ പറയാം. ദൂരദിക്കുകളിൽ കഴിയുന്നവർക്ക് സ്വന്തം വീട്ടിലേക്ക് വന്നെത്താനായിട്ട് സാധിക്കും. വീട് പണിയിലെ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് വീട് പണി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓൺലൈൻ വ്യാപാരം ഗുണകരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പഴയ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ പ്രായമായിരിക്കുന്ന ബന്ധുക്കൾ, അവരെയൊക്കെ കണ്ടുമുട്ടാനുള്ള യോഗം ഈ സമയത്തുണ്ട്. ആത്മീയമായ ചിന്താഗതിയൊക്കെ വർദ്ധിക്കും. ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മൾ രാമായണമോ ബൈബിളോ ഖുറാനൊന്നും വായിക്കുക എന്നുള്ളതല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ സഹജീവികളോട് നല്ല രീതിയിൽ പെരുമാറാനുള്ള ഒരു കഴിവ്, അവരുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോട് നല്ല രീതിയിൽ പെരുമാറുക, ആവശ്യം ഉള്ളവരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുക, അങ്ങനത്തെ ഒരു ആത്മീയതയാണ് ഉണ്ടാകുന്നത്. സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഉത്സാഹം കാണിക്കാനായിട്ട് സാധിക്കും, അതിലൂടെ അംഗീകാരവും ലഭിക്കുന്നതാണ്. പിന്നെ ഈ നേരത്തെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ ഒന്നിച്ച് പഠിച്ച ആളുകൾ തമ്മിൽ ഒന്നിച്ച് ചേർന്ന് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ച് ഫിസിക്കലായിട്ട് തന്നെ പഴയ പഠിച്ച കോളേജിൽ ഒന്നിച്ച് ചേരുക, അല്ലെങ്കിൽ ഒന്നിച്ചൊരു ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളിൽ ഉൾപ്പെടാനുള്ള ഒരു യോഗവും ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട അല്ലെ വിശാഖം നക്ഷത്രത്തിൽ വൃശ്ചികക്കൂറിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഭിപ്രായങ്ങൾ പറയുന്നത് സൂക്ഷിച്ച് വേണം എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരാളിനോട് അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആശയം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എന്നില്ല, അയാളത് തെറ്റിദ്ധരിക്കാത്ത രീതിയിൽ വേണം അവതരിപ്പിക്കാൻ. അടുത്ത അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർക്ക് കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലവ് വർദ്ധിക്കുകയും കടമെടുക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതൊന്ന് അല്പം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് അല്ലാതെ തന്നെ കിട്ടുന്ന സോഴ്സ് കൊണ്ട് സാമാന്യം നന്നായിട്ട് വീട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പം പിന്നെ കടം വാങ്ങിക്കുന്നതിലേക്ക് അധികം പോകാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ തുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോയാൽ മതി. പിന്നെ അഭിപ്രായ സമന്വയം കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടും. ജോലി സ്ഥലത്താണെങ്കിലും വ്യാപാരത്തിലാണെങ്കിലും, വ്യാപാരത്തിൽ പങ്കാളികളുമൊക്കെ ആയിട്ട് അഭിപ്രായ സമന്വയം കൊണ്ടുവരാനായിട്ട് കുറച്ച് വിഷമിക്കും. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുള്ളൊരു കാലമാണ്. ഈ വ്യാഴത്തിൻ്റെ മൗഢ്യം ഒരല്പം
അത് ഡൗൺഗ്രേഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അത്ര സ്പീഡിൽ നമുക്കത് അനുഭവപ്പെടണം എന്നില്ല. എങ്കിലും ഒരു പൊതുഫലം എന്നുള്ള രീതിയിൽ പാർട്ട്ണർഷിപ്പ് ഗുണകരമാകാൻ സാധ്യതയുള്ള സമയമാണ്. പാരമ്പര്യമായിട്ട് തുടരുന്ന കച്ചവടങ്ങളൊക്കെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണകരമാണ്. യുവാക്കളുടെ വിവാഹാലോചനകൾക്ക് കുറച്ച് കാലതാമസം ഉണ്ടാകുമെങ്കിലും നടക്കാനും അല്ലെങ്കിൽ വിവാഹം ഉറപ്പിക്കാനും സാധ്യതയുള്ള കാലമാണ്. കടബാധ്യതകൾ കുറച്ചൊക്കെ തീർക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കാനുള്ള ഒരനുവാദം ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നാണെങ്കിൽ പോലും 3-4 തവണയായിട്ട് കൊടുത്ത് തീർത്താൽ മതി എന്നുള്ളൊരു കാലാവധി നീട്ടിക്കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ആ കടങ്ങൾ അങ്ങ് തീർക്കുന്നതാണ് നല്ലത്. കുറേ കടങ്ങൾ തീർക്കാൻ സാധിക്കും. കാരണം ഈ ശത്രുതയുടെ ഒരു അംശം നേരത്തെ പറഞ്ഞല്ലോ. ശത്രുക്കൾ നിഷ്പ്രഭരാകുമെങ്കിൽ പോലും ഈ കടം എന്ന് പറയുന്നത് നമ്മളെ എന്നും ശല്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചൊവ്വയ്ക്കുമുണ്ട് കടത്തിൻ്റെ ആധിപത്യം അല്ലെ കാരകത്വം. 6-ാം ഭാവത്തിനുമുണ്ട്. അപ്പോൾ 6-ൽ ചൊവ്വ പോയി നിൽക്കുമ്പം ഇതിന് രണ്ടിനും ഒരു കാരകത്വം ഉണ്ട്. പക്ഷേ കടം വീട്ടാനുള്ള കുറേ എമൗണ്ട് നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അത് കുറേയെങ്കിലും അങ്ങ് വീട്ടി തീർക്കുക. മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാനുള്ള വകയുണ്ടാകും. മക്കൾ നേട്ടങ്ങളൊക്കെ കൈവരിക്കും. വലിയതായിട്ട് ആശങ്കപ്പെടേണ്ട കാര്യം വരുന്നില്ല. ജാമ്യം നിൽക്കാതിരിക്കുന്നതാണ് ഈ സമയത്ത് ഉചിതം. പിന്നെ കുടുംബാംഗങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അടുത്ത ബന്ധുക്കളുമായിട്ടും കുടുംബക്കാരൊക്കെ ആയിട്ട് സ്വരച്ചേർച്ചയോടെ അഭിപ്രായ സമന്വയത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലമാണ്. മുൻകോപമൊക്കെ നിയന്ത്രിക്കണം, ആങ്സൈറ്റിയൊക്കെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അത് പരാജയത്തിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ ഈ എടുത്തു ചാടി അഭിപ്രായ പ്രകടനം നടത്തുന്നത് തൃക്കേട്ടക്കാർ ഒഴിവാക്കണം. തൃക്കേട്ടക്കാർക്ക് ഈ ഒരു സമയത്ത് അങ്ങനെയുള്ള പ്രവണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 6-ൽ ചൊവ്വ സഞ്ചരിക്കുന്നു. ശത്രുക്കളെ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആലോചിച്ച് മാത്രം നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക. വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ഗവേഷണം പൂർത്തിയാക്കാനും ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കാനൊക്കെ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അന്യദേശത്ത് ജോലിക്കുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിലുള്ള ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും എന്തെങ്കിലും ഒരു ജോലി ഈ സമയത്ത് ഒക്കുന്നതാണ്. ജോലിക്ക് അർഹതയുള്ള ആർക്കാണെങ്കിലും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ 1.5 മാസത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നന്നായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. മുഖ്യ വരുമാനത്തോടൊപ്പം അതിൻ്റെ അനുബന്ധമായിട്ട് നമ്മൾ പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പൊതുപ്രവർത്തകർക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാകും. നിങ്ങളുടെ അറിവുകൾ ആദരിക്കപ്പെടുന്ന കാലമാണ്. കലാസാഹിത്യ മേഖലകളിൽ അംഗീകാരം ലഭിക്കുന്ന കാലമാണ്. പിന്നെ ഉള്ളത് ശ്രദ്ധിക്കേണ്ടത് ഈ ശത്രുശല്യം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുള്ളത് കൊണ്ട് പ്രമാണങ്ങളിൽ ഒപ്പിടുമ്പോഴും ചെക്ക് ഒപ്പിട്ട് ആർക്കെങ്കിലും കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ബാങ്ക് ഇടപാടുകൾക്ക് നമ്മൾ പോകുമ്പോഴുമൊക്കെ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അതായത് രേഖകളൊക്കെ കൃത്യമാണോ എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ഒപ്പിട്ട് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ വൈകാരികമായ സമീപനം മാറ്റിയിട്ട് നമ്മൾ ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ ഒന്ന് അപഗ്രഥിച്ചിട്ട് മാത്രം ഏതൊരു കാര്യത്തിലും ഇടപെടുക. അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ നമ്മൾ അങ്ങോട്ട് ചാടി കയറിയാൽ അത് വഷളാവും. എന്താണ് ഈ പ്രശ്നം എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരല്പസമയം എടുത്ത് ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അതിൽ പോയി ഇടപെടുക. ഇല്ലെങ്കിൽ നമ്മളുടെ സമയവും പോവും, അവരുടെ സമയവും പോവും. കുരുക്കഴിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പല പ്രശ്നങ്ങളും വ്യാപിക്കും അല്ലെ വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് വേറെ കുറേ ഗുണങ്ങൾ പറഞ്ഞല്ലോ. അതായത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും അതിലൂടെ ആദരവ് ലഭിക്കാനും സാധ്യതയുണ്ട്. കൂട്ടുകാരുമായിട്ട് ചേർന്ന് കൂട്ടു ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ അല്ലെ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലോട്ടൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അല്ലാതെ വഴക്കിലോട്ടും ശത്രുതയിലോട്ടും ശ്രദ്ധ കൊടുക്കാതെ നമുക്ക് ഗുണകരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. പൊതുപ്രവർത്തനത്തിലുമൊക്കെ കൊള്ളാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വലിയ വൈകാരികമായ പ്രകടനങ്ങൾക്ക് പോകാതിരിക്കുക. അപ്പോൾ ഇതാണ് വിശാഖം, അനിഴം, തൃക്കേട്ട. വിശാഖത്തിൻ്റെ
വൃശ്ചികക്കൂറിൽ വരുന്ന ഭാഗം അനിഴം, തൃക്കേട്ട. ഈ 3 നക്ഷത്രങ്ങളിലും പെടുന്ന ആളുകൾക്ക് ഉണ്ടാകാനിടയുള്ള പൊതുഫലമാണ് ഈ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഈ കാലം അനുകൂലമാണ്. ഉത്സാഹത്തോടെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് ഈ 3 നക്ഷത്രക്കാർക്കും. അവരത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ ജോലി മേടിക്കാനും വ്യാപാരം വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന കാലമാണ്. അപ്പോൾ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മുൻകാലങ്ങളിൽ പേരും നക്ഷത്രവും അയച്ചു തന്ന എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ തുടരുന്നുണ്ട്. നിങ്ങൾക്കും ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.